ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും നീറ്റ് എക്സാം എഴുതാൻ വേണ്ടി പോവാണ്. അപ്പം ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. അപ്പം ഈ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ എൻഡ് ഡേ ആണ്. അപ്പം ഈ ഒരു ദിവസത്തിൽ നിങ്ങളുടെ എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് പോകേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഏറ്റവും വളരെ കുഞ്ഞു കാര്യങ്ങളാണ് മിസ്സിന് പറയാനുള്ളത്. പക്ഷേ ഈ കുഞ്ഞു കാര്യങ്ങളിലുള്ള മിസ്റ്റേക്ക് നമ്മളുടെ ആ ഒരു എല്ലാം ഇല്ലാണ്ടാക്കും. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡോണ്ട് ബി പാനിക്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മിസ് ഞങ്ങൾ അങ്ങനെ പാനിക് ആവാറില്ല അല്ലേ, നമ്മൾ വെറുതെ ആരും തന്നെ എന്ത് ചെയ്യാറില്ല, പാനിക് ആവാറില്ല. അപ്പോൾ മിസ് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നമ്മൾ എക്സാം ഹാളിൽ പോകുന്നു, നിങ്ങൾ OMR ഷീറ്റൊക്കെ ഫില്ല് ചെയ്യും, നിങ്ങൾക്ക് ആവശ്യത്തിന് സമയമുണ്ട്, നിങ്ങളെല്ലാവരും റിലാക്സ്ഡ് ആയിട്ടായിരിക്കും പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് ചിലപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ചില ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും ഭയങ്കര ലെങ്തി ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വായിക്കുന്ന സമയത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒന്നും വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടാവില്ല, ഫസ്റ്റ് തന്നെ നിങ്ങൾ ബ്ലാങ്ക് ആവുന്നുണ്ടാകും. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ ആകെക്കൂടെ ഒരു ടെൻഷനാണല്ലേ, ആകെക്കൂടെ നമുക്ക് അയ്യോ നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോയോ, ഇത്രയും ദിവസത്തെ നമ്മുടെ കഷ്ടപ്പാട് വേസ്റ്റ് ആയോ എന്ന് നമ്മൾക്ക് തോന്നിക്കും. അപ്പോൾ നിങ്ങളോട് തന്നെ പറയാം, നിങ്ങളോട് തന്നെ നിങ്ങൾ പറയാനുള്ളതാണ്, ഇത് ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമാണ്, അല്ലെങ്കിൽ കൂടി പോയാൽ 2-3 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 2-3 ക്വസ്റ്റ്യൻസ് അല്ല എൻ്റെ ഭാവി മാറ്റാൻ പോകുന്നത് അല്ലേ. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ 1-2 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ടെൻഷൻ ആവുമ്പം നഷ്ടപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റാതെ ആവുന്നത് നിങ്ങൾ പഠിച്ച ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു കാരണവശാലും എൻ്റെ മക്കൾ ടെൻഷൻ അടിക്കേണ്ട. കാരണം അഥവാ നിങ്ങൾ വായിക്കുന്ന 1-ാമത്തെയോ 2-ാമത്തെയോ 3-ാമത്തെയോ 4-ാമത്തെയോ 5-ാമത്തെയോ ക്വസ്റ്റ്യൻ ടഫായാലും ബാക്കിയുള്ളതെല്ലാം എന്താണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഒരു കാരണവശാലും പാനിക് ആവാതിരിക്കുക. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എൻ്റെ മക്കൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും എഴുതിയിട്ടല്ല എല്ലാവരും റാങ്കിൽ എത്തിയിട്ടുള്ളത്. അറിയുന്ന ക്വസ്റ്റ്യൻസ് വളരെ കൃത്യമായിട്ട് എഴുതി നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കി മാക്സിമം സ്കോർ ചെയ്ത മക്കൾക്കാണ് റാങ്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിനെ പറഞ്ഞുറപ്പിക്കുക. ടെൻഷൻ ആവാതിരിക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ 2-ാമത്തെ പോയിൻ്റാണ് പ്ലാനിങ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇപ്പം എക്സാമൊക്കെ ഇങ്ങനെ അടുത്തെത്താറായി, ഇനി മിസ് എന്ത് പ്ലാനിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നതെന്നല്ലേ. അപ്പോൾ മിസ് ഉദ്ദേശിച്ചത് നിങ്ങൾ എക്സാം ഡേയിൽ നിങ്ങൾ എഴുതുന്ന സമയത്ത്, ഇപ്പോൾ നമുക്കറിയാം നമുക്ക് ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട് അല്ലേ, ഇതല്ലേ നമ്മളുടെ ഓർഡർ. അതുപോലെ തന്നെ ബയോളജി ഉണ്ട്, ആൻഡ് ബയോളജിയിൽ തന്നെ നമുക്ക് ബോട്ടണി ഉണ്ട്, ദെൻ സുവോളജി ഉണ്ട്. ഇതാണ് നമ്മളുടെ ഓർഡർ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഓരോരുത്തരുടെയും എന്താണ് വീക്ക് പോയിൻറ്റും സ്ട്രോങ് പോയിൻറ്റും വേറെയാണ്, ഓരോരുത്തരുടെയും വീക്ക് സബ്ജക്റ്റ് വേറെയാണ്, സ്ട്രോങ് സബ്ജക്റ്റ് വേറെയാണ്. അപ്പോൾ നിങ്ങൾക്കാണ് അറിയുക നിങ്ങൾ ഏതിലാണ് സ്ട്രോങ്. നിങ്ങൾക്ക് ബയോളജി നല്ല സ്ട്രോങ് ആണോ, അത് കെമിസ്ട്രി ആണോ നിങ്ങളുടെ സ്ട്രോങ് പോയിൻ്റ്, അല്ലെങ്കിൽ ഫിസിക്സ് ആണോ നിങ്ങളുടെ സ്ട്രോങ് പോയിൻ്റ്, നിങ്ങൾക്കാണ് അറിയാം. അപ്പോൾ എൻ്റെ മക്കൾ എന്നെ പ്ലാൻ ചെയ്യാം, ഞാൻ ഇങ്ങനെ എനിക്ക് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റൊക്കെ കിട്ടി, എൻ്റെ ആൻസർ ഷീറ്റൊക്കെ കിട്ടി, OMR ഷീറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ പ്ലാൻ ചെയ്യുക. ഞാൻ ആദ്യം എഴുതാൻ പോകുന്നത്, നമ്മുടെ കയ്യിൽ 2 പ്ലാൻ ഉണ്ടാവണം, പ്ലാൻ എയും പ്ലാൻ ബിയും. എന്തിനാണ് 2 പ്ലാൻ എന്ന് മിസ് പറഞ്ഞുതരാം. അപ്പം ഞാൻ പ്ലാൻ ചെയ്യണം, ഞാൻ ആദ്യം ഏതാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സ് എനിക്ക് ടഫാണ്. അപ്പോൾ ഞാൻ പോയിട്ട് ആദ്യം ഫിസിക്സ് ചെയ്താൽ എന്തായിരിക്കും, എനിക്ക് വായിക്കുന്നതൊന്നും എനിക്ക് കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെ ആകെ കൂടി ഡീമോട്ടിവേറ്റഡ് ആയി അതിന് മുകളിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മുടെ മാർക്ക് അവിടെ പോകും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇപ്പം മിസ്സിനെ സംബന്ധിച്ചിടത്തോളം മിസ്സിൻ്റെ സ്ട്രോങ് പോയിൻറ്റ് ബയോളജിയാണ്. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ചുകൂടി ഈസി എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്. പിന്നെയാണ് എനിക്ക് എന്ത് വരുന്നത്, ഫിസിക്സ് വരുന്നത്. അപ്പം ഞാനൊരു നീറ്റ് ആസ്പിറൻ്റ് ആണെങ്കിൽ ഞാൻ ആദ്യം എഴുതുന്നത് ബയോളജി ആയിരിക്കും. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല, അങ്ങനെ ആയിരിക്കില്ല. ഓക്കെ, ഓരോരുത്തരുടെയും സ്ട്രോങ് സബ്ജക്റ്റും വീക്ക് സബ്ജക്റ്റും വേറെ ആയിരിക്കും. അപ്പോൾ എൻ്റെ മക്കൾ ഇപ്പം തന്നെ പ്ലാൻ ചെയ്യുക, ഏതാണ് നിങ്ങൾ ആദ്യം എഴുതാൻ പോകുന്നത്, ഫിസിക്സ് ആണോ, ബയോളജി ആണോ, കെമിസ്ട്രി ആണോ. ഇനി സപ്പോസ് ഞാൻ പറഞ്ഞു എൻ്റെ ബയോളജിയാണ് എൻ്റെ സ്ട്രോങ് സബ്ജക്റ്റ്, ഞാൻ ബയോളജി എഴുതാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ. പക്ഷേ ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലാവുന്നത് എന്താണ്, എൻ്റെ ബയോളജിയിലെ ക്വസ്റ്റ്യൻസ് കുറച്ചൊരു ലെങ്തിയാണ്, കുറച്ചുകൂടി സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആണ്, അത് കുറച്ച് സമയമെടുത്ത് വായിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് എന്നെനിക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏതെടുക്കും ആദ്യം. അപ്പോൾ എനിക്ക് തോന്നുന്നതാണ് ബയോളജി വായിക്കുന്ന സമയത്ത് അത് കുറച്ച് ലെങ്തി ആണല്ലോ, സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കുറച്ച് അധികം ഉണ്ടല്ലോ, കുറച്ച് ടഫാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ കെമിസ്ട്രി ആണ് നിങ്ങളുടെ സ്ട്രോങ് സബ്ജക്റ്റ് എന്ന് നിങ്ങൾ വിചാരിച്ചു, പക്ഷേ കെമിസ്ട്രി വായിക്കുന്ന സമയത്ത് നമുക്കൊന്നൊരു പിടി കിട്ടാത്ത പോലെ തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ കയ്യിലൊരു പ്ലാൻ ബി ഉണ്ടായിരിക്കണം. ഞാൻ ഇതനുസരിച്ച് പിന്നെ പോകും. ഓക്കെ, അങ്ങനെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുക.
ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്താണ് എക്സാം ഹാളിൽ ചെയ്യാൻ പോകുന്നത്. അല്ലാണ്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഫിസിക്സ് വായിക്കുന്നു, ഫിസിക്സ് വായിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, എന്നാൽ കെമിസ്ട്രി വായിക്കുന്നു, കെമിസ്ട്രി വായിച്ചിട്ടൊന്നും കിട്ടില്ല, എന്നാൽ പിന്നെ ബയോളജി വായിക്കാം. അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കും. കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് പോവാം. ഓക്കെ. ആൻഡ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ OMR ഫില്ലിംഗ് ആണ്. OMR ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമൊക്കെ വളരെ കറക്റ്റായിട്ട് ചെയ്യും. കാരണം നമ്മൾ റിലാക്സ്ഡ് ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് നമ്പർ, റോൾ നമ്പർ, നമ്മുടെ പേര്, സിഗ്നേച്ചർ, അച്ഛൻ്റെ അമ്മയുടെ പേര്, തമ്പ് ഇംപ്രഷൻ എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കിട്ടുന്ന സമയത്ത് ചില മക്കൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഇരുന്ന് വായിക്കും അതിൻ്റെ കറക്റ്റ് ആൻസർ ഒന്നെങ്കിൽ റീകോൾ ചെയ്ത്, ബയോളജി ആണെങ്കിൽ ഓർമ്മിച്ചെടുത്ത് എഴുതും. എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ടിക്ക് മാർക്ക് ഇടും, യെസ് കിട്ടി, ഇതാണ് ആൻസർ, ഓപ്ഷൻ എ ആണ് അല്ലെങ്കിൽ ഓപ്ഷൻ ബി ആണ്. ഇനി ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൻസർ കണ്ടുപിടിക്കുന്നു, ഇതാണ് ഉറപ്പിച്ചു, ലാസ്റ്റിലേക്ക് വെക്കും OMR ഫില്ലിംഗ്. എന്താ പറ്റുക? നമ്മൾ ടൈം നോക്കാൻ നമ്മുടെ കയ്യിൽ വാച്ചില്ല അല്ലേ? ചിലപ്പം ഹാളിൽ നിങ്ങൾക്ക് ക്ലോക്ക് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇതൊന്നും ഇല്ലാതെ നമ്മളൊരു ഇങ്ങനെ ചെയ്ത് വർക്കൗട്ടൊക്കെ ചെയ്ത് പോയി അവസാനം നമ്മൾക്ക് സമയം കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ? ഇനി നിങ്ങളുടെ കയ്യിൽ ആകെ എന്തുള്ളൂ? നിങ്ങളുടെ കയ്യിൽ ആകെ ഒരു അരമണിക്കൂർ സമയമുള്ളൂ എന്ന് കരുതാം. ഈ അരമണിക്കൂർ സമയത്തിൽ നിങ്ങൾ കണ്ടുപിടിച്ച, നിങ്ങളുടെ പഠിച്ച് റീകോൾ ചെയ്ത കംപ്ലീറ്റ് ആൻസർ നമ്മൾ ബബിൾ ചെയ്യണം. നമ്മൾ ഫുൾ ടെൻഷനിലായിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഇത് ബബിൾ ചെയ്യുന്നു നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കറുപ്പിക്കാൻ കൂടെ പറ്റില്ല. നമ്മൾ നല്ല വൃത്തിക്ക് റൗണ്ട് ചെയ്ത് പോകേണ്ട സാധനം നമുക്കങ്ങനെ ചെയ്യാൻ പറ്റാതെയാവും. വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ 1, 2, 3 ഇങ്ങനെ ഉണ്ട്. നിങ്ങൾ അഥവാ ഏതെങ്കിലും ഒരു നമ്പർ, ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിന് പകരം നിങ്ങൾ രണ്ടാമത്തെ ക്വസ്റ്റിന് ആ തിരക്കിൽ മാർക്ക് ചെയ്തു എന്ന് കരുതുക. അതിനുശേഷമുള്ള എല്ലാ ഓർഡറും തെറ്റും. നിങ്ങൾ 1 മാർക്ക് ചെയ്യുന്നതിന് പകരം 2 മാർക്ക് ചെയ്തു അല്ലേ? നിങ്ങളുടെ വിചാരം നിങ്ങളിത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റിനാണെന്ന് കരുതി നമ്മൾ മാർക്ക് ചെയ്യുന്നത് മൂന്നാമത്തേതായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പറേ മാറിപ്പോവും. കാരണം ഇതിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കുറേ ഇതുള്ളതല്ലേ. അപ്പോൾ ഒരു കാരണവശാലും ലാസ്റ്റിലേക്ക് OMR ഫില്ല് ചെയ്യാൻ വെക്കാതിരിക്കുക. ക്വസ്റ്റ്യൻ നിങ്ങൾ കൺഫേം ചെയ്യുകയാണ്, ഇതാണ് ഇതിൻ്റെ ആൻസർ, നിങ്ങൾ ഉറപ്പിച്ചോ, അപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റായിട്ട് നോക്കി മാർക്ക് ചെയ്യുക. ലാസ്റ്റിലേക്ക് വെക്കരുത് ഒരു കാരണവശാലും. ഓക്കെ. ആൻഡ് വേറൊരു കാര്യം, നിങ്ങൾക്ക് ഇനിയിപ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷനുണ്ട്, ഒന്നുകൂടി എനിക്ക് നോക്കണം എന്നാണെങ്കിൽ അതിൻ്റെ മുകളിൽ അവിടെ സമയം കളയാതിരിക്കാം. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൺഫ്യൂഷനുണ്ടോ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുന്നില്ലയോ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സമയം വളരെ വിലപ്പെട്ടതാണ്. നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക, 1 മിനിറ്റിൽ കൂടുതൽ ഒരു ക്വസ്റ്റ്യൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്യാതിരിക്കുക. അത് നമ്മളെ അവസാനം നമുക്കറിയുന്ന ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാൻ പോലും സമയമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കും. 1 മിനിറ്റ് കൂടുതൽ ഒരു സമയത്തിന് മുകളിൽ നിങ്ങൾ ഇരിക്കരുത്. നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുകയാണോ, അതിനെന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ ഇപ്പോൾ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങളൊരു റൗണ്ട് ഇട്ട് വെക്കുക ക്വസ്റ്റ്യൻ പേപ്പറിൽ. നിങ്ങൾക്കത് ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി അപ്പോൾ തന്നെ ഫില്ല് ചെയ്ത് പോവുക, ലാസ്റ്റിലേക്ക് വെക്കാതിരിക്കാം. ക്ലിയർ? ഓക്കെ. ഈ കാര്യങ്ങൾ എൻ്റെ മക്കളൊന്ന് ശ്രദ്ധിക്കാം. ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ബയോളജിയിൽ, പ്രത്യേകിച്ച് സുവോളജിയിൽ 5 ക്വസ്റ്റ്യൻസ് മാക്സിമം എപ്പോഴും ഔട്ട് ഓഫ് സിലബസ് വരാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ വായിക്കുന്ന 1ാമത്തെ ക്വസ്റ്റ്യൻ ആ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആയിരിക്കാം. അത് നിങ്ങളുടെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനെ ബാധിക്കരുത്. ഓക്കെ. ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട, എല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇനി പെട്ടെന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്ന കോൺസെപ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് വായിക്കുന്ന സമയത്ത് കിട്ടുന്നില്ല, ടെൻഷൻ അടിക്കേണ്ട. ഡീപ് ബ്രെത്ത്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയുന്ന ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്കത് കിട്ടും. ഓക്കെ. സമാധാനത്തോടെ ഇരുന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ റിലാക്സ് ചെയ്ത് ഫില്ല് ചെയ്യാം. റെഡി? അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് നിങ്ങൾ എഴുതും. ഓക്കെ.